എന്തായി സ്വാമി നിങ്ങളുടെ ആ ബെഡാ ക്യാഷ് പാർട്ടി നടത്തിയെടുത്ത നമുക്കും തുട്ടു കിട്ടുന്ന കേസല്ലേ സ്വാമി? അല്ല ഇത് വേറെ തലവേദന കേസൊന്നുമല്ലല്ലോ. നമ്മൾ ഒരു ക്യാഷ് പാർട്ടിയെ സോണിച്ചന് മുട്ടിച്ചു കൊടുക്കുന്നു. ക്യാഷ് വാങ്ങുന്നതിന് വേണ്ട രേഖകൾ സോണിച്ചൻ കൊടുക്കും. നിങ്ങളുടെ പാർട്ടിക്ക് കറക്റ്റായിട്ട് മാസാമാസം ഇൻട്രസ്റ്റ് സോണിച്ചൻ കൊടുക്കും. കൊടുത്തില്ലെങ്കിൽ അവർ തമ്മിൽ ആയിക്കോളുന്നേ. നമ്മൾ വെറുതെ മുട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെയൊക്കെയാ പണിയില്ലാത്തവർക്ക് വല്ലതും തടയുന്നത്. നോക്കട്ടെ. നോക്കിക്കൊണ്ടിരുന്നോ. നിങ്ങൾ നോക്കാൻ തുടങ്ങിയിട്ട് 4 കുറയായി. കിട്ടിയ ചാൻസ് ഉപയോഗിക്കാൻ നോക്ക് എന്റെ സ്വാമി. ഓ അതെ സ്വാമി, ഇപ്പോ ആ മാർവാടികൾക്ക് അല്പം തട്ടുള്ള സമയമാണ്. അതുകൊണ്ടാണ് സോണിച്ചിന് ഇപ്പൊ ക്യാഷിന് ആവശ്യം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സോണിച്ചിന് വേറെ ആളെ കിട്ടും. പിന്നെ മുട്ടിച്ചതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങളൊന്ന് നോക്ക്. കോണിക്കാശില്ലെങ്കിൽ എന്തേന്ന് വിളിക്ക്. എന്നാ എന്തായുള്ള പേര്? അത് പിന്നെ 2 ദിവസം പറയടാ. നിങ്ങൾ എന്ന് നാളെ എന്തായാലും കാണിക്കേ. ശരി. ഹോട്ടൽ വ്യവസായമൊക്കെ തുടങ്ങുന്നത് നല്ലത് തന്നെ. പക്ഷെ ഈ മേഖലയിൽ മുൻപരിചയമില്ലാത്ത നമ്മൾ എന്ത് ചെയ്യാനാ? ഒരു അക്കൗണ്ടന്റായ ഞാൻ അടുക്കള പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് രേഖകളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. പക്ഷേ അതെന്താന്ന് വെച്ചാ സ്വാമിക്ക് തീരുമാനിക്കാം. വിവരം എന്തായാലും എന്നെ അറിയിച്ചാൽ മതി. സ്വാമി കാര്യം പറഞ്ഞില്ല. ഇയാൾ ഈ അടികളെ ഞണ്ണാനെ പോലെ ഇരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. കാര്യം പറയാൻ. കല്യാണി എന്നെ വിളിച്ചിരുന്നു. ഞാൻ പോയി കണ്ടു. ഒരു പുതിയ ഹോട്ടൽ തുടങ്ങുന്നത്രേ. അവളുടെ പുതിയ ഗാങ് കുറച്ച് കാശ് കൊടുക്കുമെന്ന്. നമ്മൾ വെജിറ്റബിൾസ് അറിയാനും പാത്രം കഴുകാനും എച്ചിൽ വരാനും ഒക്കെ പോകണമെന്ന്. അതും പിന്നാമ്പുറത്ത്. ഞാനൊരു അക്കൗണ്ടൻ്റ് ആണെന്നുള്ള കാര്യം മറന്നുകൊണ്ടുള്ള വർത്താനായിരുന്നു. എനിക്ക് കലി വന്നു. പക്ഷെ പുറത്ത് കാണിച്ചു. കാരണം സനലിന്റെ അവസ്ഥ കണ്ടില്ലേ? സ്വന്തം ഭർത്താവിനോട് അത് കാട്ടാൻ പഠിക്കാത്തോള് നമ്മളെ വെറുതെ കൊടുക്കും. പിന്നെ എച്ചില് വരാനും പാത്രം കഴുകാനും തറ തുടയ്ക്കാനൊക്കെ എന്റെ പട്ടി വരും. വേറെ ജോലിയല്ലേ? ഹോട്ടൽ തുടങ്ങുന്നറിഞ്ഞാ സോണിച്ചൻ അവർക്ക് നല്ല പണി കൊടുക്കും. നിങ്ങൾ കണ്ടോ? സോണിച്ചനായിരുന്നു നിന്റെ അച്ഛനോ? ഇവിടെ നമ്മുടെ കാര്യം പറയുമ്പോ എന്ത് സോണിച്ചൻ? ഹോട്ടല് തുടങ്ങി കഴിഞ്ഞാൽ അവളോട് നമുക്കുള്ള ഫുഡ് അങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം. അല്ലെങ്കിൽ അവിടെ കയറിയെങ്കിൽ അറുമാദിക്കും. അവളുടെ ഹസ്ബൻഡിന്റെ സ്റ്റാഫ് അല്ലയോ നമ്മള്? അല്ലാതെ ഹോട്ടല് പണിക്കുന്നത് നമ്മളെ കിട്ടത്തില്ല. നീ വന്നേ. നാളെ ആ പയ്യൻ സോണിയെ കാണാൻ ചെല്ലും. അവന്റെ സെറ്റപ്പ് കാണാൻ ചെല്ലും എന്ന് പറയുന്ന ശരി. അവൻ ഓക്കെ എന്ന് തോന്നിയാൽ പണം കൊടുക്കും. ബാക്കിയുള്ളതല്ല അവര് തമ്മില്. നമ്മളെ പുലിവാല് പിടിപ്പിക്കരുത്. പറഞ്ഞ പണം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി ഇതൊക്കെ ഉള്ളു വഴി. അല്ലാതെ ഉസ്താദ് ഹോട്ടലിൽ തറവടയ്ക്കാനൊന്നും എന്നെ കിട്ടില്ല. അല്ല നിങ്ങൾ വേണേ പോക്കോ. അയ്യോ, നമ്മൾ എന്തിനു പോണം? സ്വാമിക്കായിരുന്നല്ലോ ഭയങ്കര സ്നേഹം. പെണ്ണ് വരുമ്പോട്ടെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെ. അതെ, അത് ശരിയാ. Hello. Fine, bye. Let's go. Let's go. ഇതാരടാ? വല്ല CID മറ്റോ ആണോ? എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വാമി പറഞ്ഞ പാർട്ടി ആയിരിക്കും. ഹമി യൂസഫ് ഇന്ന് വരാൻ ചാൻസ് ഉണ്ട്. പുള്ളിയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു സഡൻ വിസിറ്റാ. ഓ, ആയിരിക്കും. നമ്മുടെ സെറ്റപ്പ് അറിയാൻ. നീ വാ നോക്കാം. अस्सलाम वालेकुम। वालेकुम अस्सलाम। कैफल हाल? അൽഹംദുലില്ലാ। Are you Sony? Yeah, I'm Sony. I'm Hami Yusuf. സ്വാമി പറഞ്ഞ വരും, നമുക്ക് ഓഫീസിലിരിക്കാം. വേണ്ട, we'll sit there. Oh Upstairs. yes, please come.
ഹൗസ് യുവർ ബിസിനസ്? ആർക്കാണ് കൂടുതലായി ക്യാഷ് കൊടുക്കാറുള്ളത്? ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കമ്പനീസ്, പിന്നെ ഷോപ്സ്, ഹോട്ടൽസ്, നോ. എല്ലാം ഉണ്ട്. കുറെ ഇൻഡിവിജ്വൽ പാർട്ടീസ് ഉണ്ട്, ബാക്കിയുള്ളതൊക്കെ മറ്റേ പാർട്ടികളാ. ഗുഡ്. കിട്ടാക്കട എത്രയുണ്ട്? ഒന്നുമില്ല, കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് വിധേനയും സോണി അത് തിരിച്ചു വാങ്ങിക്കും. യാ, അതാണ് എനിക്കും വേണ്ടത്. പോരാത്തതിന് താങ്കളെ പോലെ ഒരാളുടെ സ്ട്രോങ് സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ. നോക്കട്ടെ, ഡീലിങ്സ് പെർഫെക്റ്റ് ആണെങ്കിൽ കാലാനുസൃതം അഭിവൃദ്ധി. അതായത് താൻ ആവശ്യപ്പെടുന്ന പണം. ഡീലിങ്സ് പെർഫെക്റ്റ് ആയിരിക്കും സർ. നോ, പ്രതിജ്ഞകൾ വേണ്ട. ഇപ്പൊ ഞാൻ ടോക്കണായി ചെറിയൊരു എമൗണ്ട് തരും. How much is it? 2 lakhs, boy. സെക്യൂരിറ്റി ഡോക്യുമെന്റ്സ് ഒക്കെ റെഡി അല്ലേ? റെഡിയാണ് സർ. ഇതൊരു തുടക്കം മാത്രമാണ്. 2 lakhs. എൻ്റെ ചില പാർട്ടികളെ ഞാൻ ഇങ്ങോട്ടേക്ക് അയക്കാം. എനിക്ക് നേരിട്ട് പലിശ വാങ്ങാൻ പറ്റാത്ത പാർട്ടികൾ. ഓക്കെ? ഓക്കെ, നോ പ്രോബ്ലം. Bro, a call for you. ഹലോ, അയവാ زين ما في مشكل. ഓക്കെ. സ്വാമിയോട് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പറയുന്ന സാറിനൊന്ന് ഡീലാക്കി തരണമെന്ന്. ഇപ്പോഴാണ് നടന്നത്. ഭായ്, നീ ആ കല്യാണം വന്നിരിക്കുന്നു. കല്യാണിയോ? അവളെന്താ ഇവിടെ? വാവ്, ആ, അറിയില്ല. ഹൂസ് ദാറ്റ് ഗേൾ? ആ, എൻ്റെ ഒരു ഇടപാടുകാരിയാ. ഈ സാരി ഉടുത്ത പെൺപിള്ളേർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുതരം ആർത്തി. ഐ എം ക്രേസി അബൌട്ട് ദം. ഈ സിനിമകളിലൊക്കെ കണ്ട് വെള്ളം ഇറക്കാന്നല്ലാതെ നേരിട്ട് ഇതുവരെ തിന്നാൻ പറ്റിയിട്ടില്ല. ഐ ഹാവ് ഈറ്റൺ ഓൺലി ജങ്ക് ഫുഡ്. ചാൻസ് ഉണ്ട്. അയ്യോ, ഇത് ജയിലിലായ സനലിന്റെ ഭാര്യ, നമ്മുടെ സ്വാമിയുടെ കമ്പനിയുടെ ഓണർ. എന്നാ പിന്നെ എളുപ്പമല്ലോ. ഈ കിളിയെ പിടിച്ചു തന്നാൽ എത്ര കാശ് വേണമെങ്കിലും മറയും. നോക്കാം, എൻ്റെ കയ്യിൽ വേറെ പാർട്ടികളുണ്ട്. വേറെ പാർട്ടികളെ തനിക്ക് വേണേ ഞാൻ തരാം. വേണോ? നാളെ ക്ലബിലേക്ക് വാ. ആ സുഹിത്തെ, നിന്നെ അവള് കാണണ്ട, മാറിക്കോ. How old is she? ഒരു 25-27 അത്രേ ഉള്ളൂ. Nice. Here he comes. എന്താ ഇവിടെ? തരാനുള്ള കുടിശ്ശിക തരാമെന്നാണോ? അങ്ങനെ തരാനായിട്ടൊന്നുമില്ല സോണി. ജോലി തിരഞ്ഞിട്ട് കിട്ടിയതുമില്ല. എൻ്റെ കസിൻ കിഷോർ ഒരു ഹോട്ടൽ തുടങ്ങാനായിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. അറിയാം, കിഷോറിനെ എനിക്കറിയാം, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാര്യം പറ, കേൾക്കട്ടെ. എനിക്ക് കുക്കിംഗ് നന്നായിട്ട് അറിയാം. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയും പുറമേ നിന്ന് 2 പേരെയും കൂടെ കൂട്ടി അത് തുടങ്ങാനാണ് പ്ലാൻ. കുറച്ച് പണം തന്ന് സഹായിച്ചാൽ ഞാൻ തന്നു തീർത്തോളാം. ഇനി കാശ് തന്നാ എന്തുവാ ഈട്? ചെക്കുണ്ടോ? അല്ലെങ്കിൽ വേറെന്തെങ്കിലും? ഈടൊന്നുമില്ല. സൺലൈറ്റിന്റെ ചെക്കുണ്ടാവും. ഈടൊന്നുമില്ലാതെ കാശ് കിട്ടും. ഈട് നീ തന്നെ. ക്യാഷ് തന്നില്ലെങ്കിൽ ഇവനല്ല, ഞാനാകും ഡീൽ ചെയ്യുക. നമ്മുടെ ഡീലിങ്സ് തുടങ്ങിയതിൽ പിന്നെ ആദ്യമായിട്ട് വന്ന് ചാടിയതല്ലേ, നല്ലതിനായിരിക്കും. സോണി, ഞാൻ ഗ്യാരണ്ടി. ആ കാശ് ഇവൾക്ക് കൊടുക്കുക. മാസാമാസം കാശ് സോണിയുടെ ഓഫീസിലെത്തിക്കണം. അല്ലെങ്കിൽ ഞാനങ്ങ് ഹോട്ടലിലേക്ക് വരും. എന്നിട്ട് എൻ്റെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. ഇങ്ങതാ, ഇത് 1 ലക്ഷം ദീർഘമുണ്ട്. ഈ സാരി ഉടുക്കുന്നത് എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കോ? ഹമിബായ്, എന്താ ഇത്? 1 ലക്ഷം കൊടുത്തത് റിസ്ക് അല്ലേ? ഞാൻ ചില ഡാൻസേഴ്സ് ആക്ടേഴ്സിന് വേണ്ടി 3-4 ലക്ഷം രൂപ ഒരു രാത്രി പൊടിച്ചിട്ടുണ്ട്. തനിക്ക് പലിശ കറക്റ്റായി കിട്ടുന്നില്ലെങ്കിൽ താൻ എന്നോട് പറ. എന്താ, എന്നെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. അതാണ്